ദീപകേട്ടാ. മീനു ആൻഡ് വൈശാഖ്, ഈ പാട്ട് സെലക്ട് ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെ. പക്ഷേ ഈ പാട്ട് പാടുന്നതിന് മുമ്പേ നിങ്ങൾ ഡുവറ്റ് സോങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് എന്താണ് വൈശാഖിൻ്റെ മനസ്സിലുണ്ടായത്? ഡുവറ്റ് പാടുമ്പം സാധാരണ ഒരു പാട്ടുമായിട്ട് എന്താണ് വ്യത്യാസം? അത് രണ്ടാൾ വേണം. അത് മനസ്സിലായി. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അവരെ ഒന്ന് നോക്കും. സംസാരിച്ചോ, മൈക്കിൽ തന്നെ പറഞ്ഞു. അത് എന്നാ ഞാൻ പറയാ. എന്ത് ഡ്യുവറ്റ് എന്ന് പറയുമ്പോൾ വൃത്തികേട് വല്ലതും കാണിക്കണം? അല്ല, അതല്ല. പിന്നെ പിന്നെ പറയാൻ എന്താ പ്രശ്നം? പരം പാടുന്നവരെ ഒന്നും നമ്മളൊന്ന് അല്ല നമ്മളൊന്ന് അങ്ങനെ നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയോ? അല്ല, പിന്നെ പാടുന്നവരായിട്ട് പറഞ്ഞോളൂ വൈശാഖ്, പറയൂ. ആ പരിപാടി ഒന്നും കാണിക്കരുത്. ഏത് മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെ നോക്കണം എന്ന് മാത്രമല്ല, ഒരു ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് പാടുമ്പം രണ്ടുപേരും പരസ്പരം ഇന്ററാക്ഷൻ അർത്ഥം എന്താണെന്നറിയോ? നീ വല്ല വൃത്തിയോടാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അല്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു ഐ ടു ഐ കോണ്ടാക്ട്, ഇടയ്ക്ക് നോക്കുക, ചെറിയൊരു ചിരി, പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതെന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. ഇത് വൈശാഖിൻ്റെ ലോകത്തായിരുന്നു, മീനുവിൻ്റെ ഒരു ലോകത്തായിരുന്നു. ആ ലോകത്ത് രണ്ടും രണ്ട് ലോകമാണ്. അപ്പം അവിടെ വെച്ചിട്ടും നിങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ല. ഇനി കണ്ടുമുട്ടോ? ഞാനൊരു തമാശ പറഞ്ഞു. ഇതിനെക്കാട്ടും ഭേദം മിണ്ടാതിരിക്കുന്ന വൈശാഖായിരുന്നു. സാർ, വൈശാഖിட்ட പറഞ്ഞത് സാറിന് അത്ര നിർബന്ധം തുടങ്ങി ഞങ്ങളെ കണ്ടുപിട്ടിക്കോളാന്നാണ്. ശരി, ഈ പാട്ട് ഇറങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായെന്നറിയോ? ചുരുങ്ങിയ ഒരു എത്ര വർഷമായി കാണും? 40 കൊല്ലമായി. അതായത് ഇതൊരു പഴയ പാട്ടാണ്. വൈശാഖ് ഇത് പാടി കേട്ടപ്പോൾ ഇതൊരു 80 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ആ സ്റ്റൈലിലാണ് പാടിയത്. പഴയ പാട്ടാണ്, പക്ഷെ ഒരു ചവിട്ട് നാടകം സ്റ്റൈൽ റെൻഡറിങ് അല്ല, ഉള്ളൊരു സ്റ്റൈല്. വൈശാഖ് എന്ത് പാടുമ്പോൾ അതൊരു കച്ചേരി ഭയങ്കരമായിട്ട് കയറി വരുന്നത് ഇതിൻ്റെ അകത്ത്. ആ ഒരു എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് പാടുമ്പോഴും ഒരു ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ് ഫീലുണ്ട്. ഫീലിൻ്റെ കാര്യത്തിൽ ഒന്നും പറയില്ല, അതിമനോഹരമായ ഫീലുണ്ട്. അതിനെല്ലാവരും ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. വൈശാഖ് ഫീലുണ്ട്. പക്ഷേ ഏത് പാട്ട് പാടുമ്പോഴും ആ ഒരു കർണാട്ടിക് ഒരു കച്ചേരി നടത്തുന്ന ഒരു ഫീൽ വരുന്നത്. അതിനി ശരിക്കും തന്നെ മാറ്റണം. അവസാനം നിങ്ങൾ രണ്ടുപേരും കൂടി മീനുവിൻ്റെ സിംഗിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, മീനു ശ്രുതിയൊക്കെ മിക്ക സ്ഥലത്തും കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ എക്സ്പ്രഷൻ വൈസ് ഒരു ഡൈനാമിക്സ് മിസ്സിങ് ആയിരുന്നു മീനുവിൻ്റെ പാട്ടിൽ. കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പാടിയത് ഒട്ടും മോശമല്ല, രണ്ടുപേരും അബവ് ആവറേജ് ആയിട്ട് തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രുതി മാത്രമല്ലാതെ കുറച്ച് എക്സ്പ്രഷനിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് മീനു. പിന്നെ ഈ പറഞ്ഞ ഒരു മെയിൻ തിങ് ആണ് ചിത്ര ചേച്ചി പാടി തന്നൊരു സംഗതി. അത് പഴയ വേർഷനിൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ചിത്ര ചേച്ചി വെയിറ്റ് ചെയ്തിരുന്നത് പോലെ തന്നെ ഞാനും അതിനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അതൊന്ന് കേൾക്കാൻ. ആ സാധനം ഇത്രയും നന്നായിട്ട് ആ സാധനം വരുമോ എന്ന് നോക്കുമ്പോൾ ആ സാധനം വന്നതേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും മീനു കേൾക്കുമ്പം മിസ് ചെയ്തൊരു സംഗതിയാണ്. ഇങ്ങനെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ മിസ് ചെയ്യരുത് പാട്ടിൽ. ഓക്കെ, ഓവറോൾ നോക്കുകയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് കൗണ്ടർ പാടില്ലേ, ഒരാൾ അകലെ പാടുമ്പോൾ വേറെ ആൾ ഹമ്മിങ്, ഇയാൾ അകലെ പാടുമ്പം ഫീമെയിൽ ഹമ്മിങ്. ഇങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും ഹമ്മിങ് ആണ് കൗണ്ടറായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വോളിയം ഒരിക്കലും മെയിൻ പാടുന്ന ആളുടെ കാട്ടും കയറി നിൽക്കാൻ പാടില്ല. അത് കൺട്രോൾ ചെയ്ത് തന്നെ പാടണം. നമ്മൾ പാടുന്ന സമയത്ത് ആ മെയിൻ പാടുന്ന ആൾ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണം. പിന്നെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും 2 സോളോ ഒരുമിച്ച് പാടിയത് മാതിരിയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് പരസ്പരം കേൾക്കാൻ സാധ്യതയില്ല. അപ്പം നെക്സ്റ്റ് അതാണ് പറയുന്നത്, ഈ ഡ്യുവറ്റിൻ്റെ കോൺസെപ്റ്റ്. ജസ്റ്റ് ഐ കോൺടാക്റ്റും ഇൻട്രാക്ഷനും ഉദ്ദേശിച്ചത് ഒരു രണ്ടുപേരുള്ളതാണെന്നുള്ളൊരു ആ ഒരു തോട്ട് എപ്പോഴും മനസ്സിലുണ്ടാവണം. കൂടെയുള്ള ഒരാൾക്ക് സ്പേസ് കൊടുക്കണം. വൈശാഖിൻ്റെ സ്ഥലത്ത് കുറച്ചും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ വൈശാഖിൻ്റെ സൈഡിൽ നിന്ന് വേണം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പ്രാവശ്യം മാത്രം ഡ്രസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ അന്ന് നല്ല നീറ്റായിട്ടൊക്കെ വന്നു. ഇന്ന് തിരിച്ച് പിന്നെയും ചപ്പലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചമ്മലല്ല, പിന്നെ സാർ ഞാൻ കേട്ടില്ല. ചമ്മലല്ല, ഞാൻ ചപ്പൽ എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ചമ്മല് തീരെ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇനി കുറച്ച് ചമ്മൽ തീരെ ഇല്ല. കാരണം ബാക്കില് വരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോ വൈശാഖ് എന്നോട് പറയുന്നേ, ചേച്ചി മീനുവിന് ഭയങ്കര ടെൻഷൻ.
എനിക്ക് ടെൻഷൻ, മീനുവിനാണ് ടെൻഷൻ മുഴുവനും. ശരിയാ. ഓക്കെ, അപ്പൊ എനിവേസ് എന്ത് പറഞ്ഞാലും എല്ലാവർക്കും അറിയില്ല ആയിരിക്കാ ടെൻഷൻ. ശരി, സമ്മതിച്ച്. ജ്യോത്സ്ന അവരോട് കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറ. ഓക്കെ, ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്ക് ആദ്യം ലേഡീസ് ഫസ്റ്റ് ആയാലോ വൈശാഖ്? ഓക്കെ. നമുക്ക് മീനുവിന്റെ മാർക്സ് ചോദിച്ചറിയാം. ചേച്ചി, ഔട്ട് ഓഫ് 40. 29. 29 ഔട്ട് ഓഫ് 40. ദീപകേട്ട? 20 out of 30. 20 ഔട്ട് ഓഫ് 30. 21. 21 ഔട്ട് ഓഫ് 30. മീനുവിന് ഡ്യുവറ്റ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 70 മാർക്സ്. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ശരിക്കും. ഓക്കെ, വൈശാഖ് ചോദിക്കാം. ചേച്ചി, ഔട്ട് ഓഫ് 40. 29. 29 again. 29 out of 40. Deepaketa? 20. 20 out of 30. 20. 20 again. വൈശാഖിന് ഡ്യുവറ്റ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് മിനുവിനേക്കാളും ഒരു മാർക്ക് വ്യത്യാസം, 69 മാർക്സ്.